ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻറ്റ് ഹാവ് ലോങ് ബീറ്റ്സ് എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ക്രൂവാണെങ്കിൽ അവൻ പ്രിപ്പയർ ചെയ്ത ഡിഷ് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. നോക്കിയപ്പോൾ അത് ബേസിൽ വിത്ത് ലോങ് ബീൻസ് ആയിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ലോങ് ബീൻസ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇവനിങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഷെഫിന് ദേഷ്യവും വരുന്നുണ്ട്. അതേപോലെ തന്നെ വാൻ ഷോക്കാവുന്നുണ്ട്, ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ. ആ സമയം ഓബ് ഇത് കണ്ടിട്ട് നീ എന്തിനാ ലോങ് ബീൻസ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചപ്പോൾ ക്ലൂവ ആണെങ്കിൽ ലോങ് ബീൻസ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് നിയമമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നിയമം നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, നമ്മളിത് ഉണ്ടാക്കത്തില്ല എന്നൊക്കെ ആദ്യമേ ഇട്ടതല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ റെസ്റ്റോറൻറ്റിന് നോ ലോങ് ബീൻസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ പേര് വിട്ടത്, ഇതൊക്കെ നിനക്ക് അറിയാമെന്നുള്ള കാര്യമില്ലെന്ന് പറയാണ്. ആ സമയം ക്ലൂവ അല്ലാത്ത ബേസിൽ ഡിഷെല്ലാം ഉണ്ടാക്കി ഞാൻ മടുത്തു, അതുകൊണ്ട് ഞാൻ വെറൈറ്റിക്ക് ഇത് ഉണ്ടാക്കിയതാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലേലും നിങ്ങൾ എൻ്റെത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ വാനിനേക്കാളും ടേസ്റ്റ് ഉള്ളത് എൻ്റെതായിരിക്കും. നിങ്ങളും വാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ച് ഫെയർ അല്ലാതെ കോമ്പറ്റീഷൻ തീരുമാനിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ഓബാണെങ്കിൽ വാനിൻ്റെ ഫസ്റ്റ് കഴിച്ചു നോക്കാണ്. അവനൊത്ത് സാറ്റിസ്ഫൈ ആയില്ല. അത് വാനിന് മനസ്സിലാവുന്നതുകൊണ്ട് താൻ തോക്കുമെന്നും വാനിന് ഉറപ്പാവുന്നുണ്ട്. അതിനുശേഷം നേരെ ക്ലൂവേര അടുത്തേക്ക് ചെല്ലുമ്പോൾ ക്ലൂവേര കഴിച്ചു നോക്കിയപ്പോൾ ക്ലൂവ് അല്ലേലേ നല്ലൊരു കുക്കായതുകൊണ്ട് തന്നെ അവനത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഓബാണെങ്കിൽ ഓക്കെ എനിക്ക് വിന്നറിനെ മനസ്സിലായി, ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകാൻ തുടങ്ങിയിട്ട് വാനാണ് വിന്നർ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഷോക്കായിട്ട് ഷെഫ് നിങ്ങൾ ചുമ്മാ പറയുന്നതാണോ ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ ഇത് കേട്ടിട്ട് കണ്ടോ നിങ്ങളും അവനും തമ്മിൽ റിലേഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒട്ടും ഫെയർ അല്ലാതെയാണ് ചെയ്യുന്നത്, ഒട്ടും ഫെയർ അല്ലാതെയാണ് അവനെ വിന്നറാക്കി എടുത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, നിൻ്റെ ഫുഡ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റി, പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ ലോങ് ബീൻസ് വെച്ചിട്ടുള്ള ഡിഷ് ഇപ്പോൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ലേ. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു റൂള് തന്നെ ലോങ് ബീൻസ് ഇല്ല എന്നുള്ളതാണ്. ലോങ് ബീൻസ് ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് വരും. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ ഉണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇവിടെ ഇല്ല എന്നെല്ലാം അവർക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നിനക്ക് ഈ റെസ്റ്റോറൻറ്റ് തന്ന് നീ ലോങ് ബീൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നോ ലോങ് ബീൻസ് എന്നുള്ള പേര് തന്നെ മാറ്റി കളയേണ്ടി വരും. എൻ്റെ റെസ്റ്റോറൻറ്റ് അതേപോലെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം ഓബ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ലൂവയാണെങ്കിൽ വിഷമിച്ചുകൊണ്ട് അവൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നതാണ് പോകാനായിട്ട്. ഈ സമയം പെട്ടെന്ന് വാൻ അങ്ങോട്ട് വന്നിട്ട് നീ മനഃപൂർവ്വം തോറ്റു കൊടുത്തതല്ലേ, എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ ഞാൻ ചെയ്തതല്ല, ചെയ്യേണ്ടി വന്നതാ, നീ ഓപ്പൺ തമ്മിൽ റിലേഷനിലല്ലേ, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഇപ്പം വിന്നറായാൽ പോലും ഓബും നീയും അപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും, പിന്നെ എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും, നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചാന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും ക്ലൂവ പക്ഷേ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, നീ ഇപ്പോൾ ഇതിൽ മത്സരിക്കാനായിട്ട് വന്നില്ലെങ്കിൽ പോലും ഓബ് എന്നെ തിരഞ്ഞെടുക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ ഒരു മത്സരം പോലും അയാൾ വയ്ക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലൂവ അവിടെ നിന്ന് പോവാണ്. ക്ലൂവ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഓബിൻ്റെ അസിസ്റ്റൻ്റാണ് ക്ലൂവ, എന്നിട്ടും അവനാണ് അടുത്ത് നടത്തിക്കൊണ്ട് പോകേണ്ടത്, അല്ലെങ്കിൽ അവനൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതൊന്നും ഓബ് ആലോചിച്ചില്ല. ഓബ് ഡയറക്റ്റ് ഒരാളെ കിട്ടണമെന്നുള്ള രീതിയിൽ ഇവൻ അതിന് പറ്റിയ ആളായിരിക്കുന്നൊന്നും ആലോചിക്കാതെ ഒരു കോൺടെസ്റ്റ് വെച്ചതാണ്. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവനെ എന്താ തിരഞ്ഞെടുക്കാത്ത, എന്തിനാ കോൺടെസ്റ്റ് വയ്ക്കാൻ പോയത്, ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ. കൂടെ ഉണ്ടായിട്ടും എൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസം തോന്നിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് ക്ലൂവ അവിടെ പറഞ്ഞിട്ട് പോയത്. ക്ലൂവ പോയി കഴിഞ്ഞത് വാനാണെങ്കിൽ മെത്താസിനൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഈ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാകുവാണ്, ഈ കോൺട്രാക്റ്റ് തമ്മിൽ എനിക്കിനി ഒരു ബന്ധവുമില്ല, നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പൈസയും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുവാണ്, ഈ കോൺട്രാക്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാത്രി റെസ്റ്റോറൻറ്റിൽ ഓബും വാനും കൂടി ഇരിക്കുന്നതാണ്. ആ സമയം വാനാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുക, എനിക്കിത് പറ്റത്തില്ല, ഇതിനുള്ള ആൾ ഞാനല്ല എന്ന് പറയാണ്. ആ സമയം ഓബ് നീ മിണ്ടാതിരിക്കുന്ന ഓവറായിട്ട് ആലോചിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഇൻറ്റിമേറ്റായി കിസ്സൊക്കെ ചെയ്യാണ്. അതിനുശേഷം ഇൻറ്റിമേറ്റ് ആയിട്ട് ഇവർ ബെഡിൽ കിടക്കുന്ന ടൈമിന് ഓബാണെങ്കിൽ പെട്ടെന്ന് വാനിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ എല്ലാം അറിയാം, നീ മെത്താസിൻ്റെ ആളാണെന്നും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് വാൻ ഷോക്കാവുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഇവരുടെ ഒരു ഫസ്റ്റ് ഇൻറ്റിമേറ്റായ ടൈമിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇൻറ്റിമേറ്റായി കിടക്കുന്ന സമയത്ത് നമ്മുടെ മെത്താസാണെങ്കിൽ വാനിലെ ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് നീ ഫൈനൽ റൗണ്ട് വരെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ ബാക്കി എമൗണ്ടും കൂടെ ഞാൻ നിനക്ക് പേയ്മെൻറ്റായിട്ട് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് വാനിൻ്റെ ഫോണിലുള്ളത് ഓബ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഓബിന് മനസ്സിലായതാണ്. പിന്നെ ഒരു ദിവസം നുവങ്ങും നമ്മുടെ മെത്താസിൻ്റെ അടുത്ത് വാൻ സംസാരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ട് അതും ഓബിന് കാണിച്ചു കൊടുത്തിട്ട് നീയാണോ ഇവനെ സ്നേഹിക്കുന്നത്, നീ നിൻ്റെ ശത്രുവിനെയാണോ സ്നേഹിക്കുന്നത്, നീ ഇവൻ്റെ ഈ റെസ്റ്റോറൻറ്റ് കൊടുക്കാമോ എന്നുള്ള രീതിയിലൊക്കെ അവർ തമ്മിൽ ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഈ ഒരു സത്യമൊക്കെ മനസ്സിലായപ്പോൾ തന്നെ നമ്മുടെ വാനിന് മനസ്സിലായി ഓവിന് ആദ്യം തൊട്ടേ താൻ മെത്താസിൻ്റെ ആളാണെന്ന് അറിയാമായിരുന്നു എന്ന്. അങ്ങനെ ഓബാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് വാൻ വന്നവൻ തടങ്ങിയിട്ട് പ്ലീസ് പോവരുത് പോവരുത്, സത്യമായിട്ടും ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, അതിൽ ഞാൻ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല, എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണ്, പിന്നെ ഞാൻ മെത്താസിൻ്റെ ആളായിരുന്നു സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ ആ കോൺട്രാക്റ്റ് മെത്താസുമായിട്ടുള്ള ക്യാൻസൽ ചെയ്തു, ഇപ്പോൾ എനിക്ക് ആ കോൺട്രാക്റ്റിൽ ബന്ധമില്ല, സത്യമായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാണ്. ആ സമയം ഓബ് ഞാനിനി ആരെ വിശ്വസിക്കാനാ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓബ് പിന്നെയും ദേഷ്യത്തിൽ നിന്നപ്പോൾ വാനാണെങ്കിൽ സത്യമായിട്ടും എനിക്ക് നിങ്ങൾ ശരിക്കും ഇഷ്ടമാണ്, കള്ളത്തരമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് നിൻ്റെ വാക്കുകൾ ഞാനിനി എങ്ങനെ വിശ്വസിക്കും വാൻ, ഇനി ഞാൻ ഒന്നും ചെയ്യാനില്ല, ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മോശം ഓർമ്മകളാണ് വന്നാൽ ഞാൻ നിന്നെ വിശ്വസിച്ചല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, അതാ ടേബിളിൻ്റെ പുറത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കോൺട്രാക്റ്റ് ഇരിപ്പുണ്ട്, ഇത് കിട്ടാനല്ല ഇത്രയും ചെയ്തത്, ഇതാ കൊണ്ടുപോയി മെത്താസിന് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുന്ന ഇറങ്ങിയിട്ട് ഓബ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വാനും കരയുന്നുണ്ട്, ഓബ് നന്നായിട്ട് കരയുന്നുണ്ട്, രണ്ടുപേരും മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റ്സും എല്ലാം ആലോചിക്കുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം വാനും ജെയും കൂടെ ആയിട്ട് മെത്താസിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ അവരാണെങ്കിൽ മെത്താസിൻ്റെ കയ്യിലേക്ക് ആ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്, മെത്താസ് അത് വാങ്ങുന്നുമുണ്ട്. ആ സമയം നമ്മുടെ വാൻ അവിടെ താമസിച്ചിരുന്നതുകൊണ്ട് തന്നെ വാനിൻ്റെ സാധനങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു. വാനാണെങ്കിൽ അതെടുത്ത് മാറ്റാൻ കുറച്ച് ടൈം വേണമെന്ന് പറയാണ്. അതേ മെത്താസ് കുറച്ച് മണിക്കൂർ മതിയെന്ന് വെച്ചപ്പോൾ ജെ എഴുന്നേറ്റ് നിന്നിട്ട് ഹലോ, എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് സാധനം എടുത്ത് മാറ്റാൻ കുറച്ച് സമയമല്ലേ ചോദിച്ചോളൂ, അതിന് മണിക്കൂറുകൾ മാത്രം കൊടുക്കുന്നത്, ഒരു ദിവസമൊക്കെ കൊടുത്താൽ ഇതിന് പറ്റിപ്പോവോ, ആ റെസ്റ്റോറൻറ്റ് ഇറങ്ങി ഓടത്തൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം മെത്താസ് ആണെങ്കിൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ശരി ശരി ഒരു കാര്യം ചെയ്യും, ഒരു 3 ദിവസം മതിയാവും ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ആ മതിയാവും എന്ന് പറയാണ്. അങ്ങനെ വാൻ അവിടെ നിന്ന് പോവാണ്. ജെയും പുറകെ പോകാൻ നിൽക്കുന്ന സമയത്ത് മെത്താസ് ജെനെ തടങ്ങിയിട്ട് നീ ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ട് വീട്ടിലെപ്പോൾ വരും, പിന്നെ അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജെ ആണെങ്കിൽ ഞാൻ ക്ലിനിക്കിലെ ജോബ് വിട്ടിട്ട് എബ്രോഡ് പഠിക്കാനായിട്ട് പോവാണ്, നിനക്കെന്തായാലും എബ്രോഡ് വരെ എന്നെ പുറകെ ശല്യം ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം മെത്താസ് ആണെങ്കിൽ എനിക്ക് പറ്റും, ഞാൻ റിച്ച് അല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെ ഞാനപ്പോൾ എൻ്റെ തീരുമാനം വീണ്ടും മാറ്റിയിട്ടുണ്ട്, ഞാനാണെങ്കിൽ ഇനി തൊട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് പോവാണ്, നിനക്കെന്തായാലും ഗവൺമെൻറ്റിനെ വാങ്ങാൻ പറ്റത്തില്ലല്ലോ, പിന്നെ മേലാൽ ഇനി എൻ്റെ പുറകെ വരരുതെന്ന് പറഞ്ഞിട്ട് ജെ പോകാനായി തുടങ്ങാണ്. ആ സമയം മെത്താസ് തുടങ്ങിയിട്ട് നീ എന്തിനാ എപ്പോഴും അടുത്ത് ഒഴിഞ്ഞു മാറാൻ ഇങ്ങനെ ശ്രമിക്കുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് സീരിയസ് ആണ്, നിനക്കറിയത്തില്ലേ, ഞാൻ വേറെ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ആ സമയം ജെ ഞാനാണെങ്കിൽ നിന്നെ ട്രസ്റ്റ് ചെയ്യണം, നിന്നിൽ എൻ്റെ ട്രസ്റ്റ് അർപ്പിക്കണമെന്ന് വിചാരിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, കാരണം നിനക്ക് എപ്പോഴും പൈസയാണ് ഒരു മനുഷ്യനെക്കാളും വലുത്, നീ എപ്പോഴും പൈസയ്ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിനക്കൊരു ചാൻസ് തരാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം മെത്താസ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ടാണ്, ഞാൻ വേറൊരാളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, വേറെ ആൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല, നീ ഒന്ന് മനസ്സിലാക്കി എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞപ്പോൾ ജെ ആണെങ്കിൽ പറ്റത്തില്ല, ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളെ വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, അതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിരിക്കുന്ന ഈ കോൺട്രാക്റ്റ്, കണ്ടില്ലേ നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് വാങ്ങിച്ചത്, നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ജെ അവിടെ നിന്ന് നടന്നു പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വാനാണെങ്കിൽ അവൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ജെയുടെ വീട്ടിലോട്ട് താമസിക്കാനായിട്ടൊക്കെ വരുന്നതാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഓബ് വളർത്തിയിരുന്ന ബേസിലിൻ്റെ ചെടികളെല്ലാം തന്നെ വാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം മെത്താസിൻ്റെ കയ്യിൽ റെസ്റ്റോറൻറ്റ് വന്നു, മെത്താസ് എന്തായാലും അതിനെയൊക്കെ ഒഴിവാക്കി കളയും, അതുകൊണ്ട് തന്നെ അവനതെടുത്ത് സൂക്ഷിച്ച് വെച്ചൊക്കെയാണ്. എന്നാൽ അവൻ അത്രയധികം കുറേ ചെടികളുണ്ട്, എല്ലാം കൊണ്ടുവച്ച ജെയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ ആ ചെടിയൊക്കെ കൊണ്ടുവച്ചിട്ട് അവ വേറെ ലോകത്തിരിക്കുകയാണ്. നമ്മുടെ ജെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ നീ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും വാൻ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നില്ലേ, എൻ്റെ വീട് മൊത്തം ഇപ്പോൾ ബേസിലിൻ്റെ സ്മെല്ലാണെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ കുറച്ച് ടൈം തരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ നേരെ തന്നെ നുവങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിൽ നുവങ്ങിനെ കാണാനായിട്ട് ചെല്ലുന്നതാണ്. സിബിപ്പോൾ നുവങ്ങിൻ്റെ കൂടെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവൻ വന്നത് കണ്ടതും ഉടനെ തന്നെ നുവങ്ങാണെങ്കിൽ അടുത്ത ആളെത്തിയല്ലോ, എൻ്റെ ദൈവം എന്തിനെല്ലാവരും എൻ്റെ അടുത്തോട്ട് വരുന്നതെന്നുള്ള രീതിയിൽ അവൻ പറയാണ്. അതിനുശേഷം അവരിന്ന് സംസാരിക്കുകയാണ്. ആ സമയം ഇപ്പോൾ ഓബിനെ പറ്റിയൊരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓബ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ പ്ലീസ് എന്നിങ്ങനെ വാൻ ചോദിച്ചപ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കും ആർക്കും തന്നെ ഓബ് എവിടെയാണെന്ന് അറിയത്തില്ല, ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കാരണം തന്നെയല്ലേ ഉണ്ടായത്, എനിക്കും ഇവിടെ ഓബിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നേരെ തന്നെ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നുവങ്ങും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ വാന് നല്ല വിഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ജെ ആണെങ്കിൽ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയം മെത്താസ് അവൻ്റെ പുറകെ ഓടി ചെന്നിട്ട്
നീ ക്ലിനിക്കിൽ നിന്ന് പോകാൻ മാത്രം നിനക്കാരാ റെസിഗ്നേഷൻ ലെറ്ററിൽ സൈൻ ചെയ്ത് തന്നതെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിയിട്ട് പോലും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ജെ അവൻ്റെ ബാഗിൽ നിന്ന് റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് കൊടുക്കുകയാണ്. ഉടനെ തന്നെ മെത്താസ് അത് കീറിക്കളയാണ്. ആ സമയം ജെ വീണ്ടും 2 റെസിഗ്നേഷൻ ലെറ്റർ വേറെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതും മെത്താസ് കീറിക്കളഞ്ഞപ്പോൾ ജെ നീ എത്ര വേണോ കീറിക്കോ, ഞാൻ വേറെ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ നിനക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരുന്നോളൂ എന്ന് പറയാണ്. ആ സമയം മെത്താസ് നിനക്കൊന്ന് റിസൈൻ ചെയ്യാതിരുന്നൂടെ, നീ എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജെ ആണെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മെത്താസ് എടാ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ജെ ആണെങ്കിൽ അതിനിപ്പോൾ ഞാൻ എന്നെ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ആ സമയം മെത്താസ് നിനക്കൊരിക്കലും എൻ്റെ അടുത്തൊന്നും തോന്നിയിട്ടില്ല എന്ന് കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ജെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എനിക്ക് എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ എപ്പോഴും പൈസയ്ക്ക് മാത്രം വാല്യൂ എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് മറ്റാൾക്കാർ ഉപയോഗിക്കുന്ന ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് മെത്താസ് അപ്പം നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം ജെ എന്തായാലും നിനക്ക് എൻ്റെ അടുത്ത് തോന്നുന്നതിൻ്റെ ഒരു കാൽഭാഗം ഫീലിങ്സ് പോലും എനിക്ക് നിൻ്റെ അടുത്ത് തോന്നിയിട്ടില്ല എന്ന് പറയാണ്. അതിനുശേഷം സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഓബിനെയാണ്. ഓബ് ആക്ച്വലി എവിടെയുണ്ടെന്ന് ഉന്നുവങ്ങിനറിയാം. നേരത്തെ വാൻ വന്നപ്പോൾ കള്ളം പറഞ്ഞ് വിട്ടതായിരുന്നു. അങ്ങനെ ഈ സമയം ഓബാണെങ്കിൽ അവൻ്റെ ഫോണിൽ ഫ്രാൻസിൽ പോയി പഠിക്കാനും വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ചാൻസും സംഭവങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ നുവങ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചോന്ന് ചോദിച്ചപ്പോൾ ഓബ് ആലോചിക്കുന്നുണ്ട്, പഠിക്കാൻ പോയില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഫ്രാൻസിൽ പോയിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയാണ്. ആ സമയം നുവങ് ആണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് വാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ നിന്നെ അന്വേഷിച്ചു, കണ്ടപ്പോൾ പാവം തോന്നി, ഒരു ഓണറെ കളഞ്ഞിട്ട് പോയ ഒരു കുഞ്ഞു പട്ടിക്കുട്ടീനെ പോലെ അവനെ കണ്ടപ്പോൾ തോന്നിയെന്ന് പറയാണ്. ആ സമയം ഓബ് നീ എന്തിൻ്റെ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാനവനെ പറ്റിച്ചിട്ട് വന്നേന്നല്ലല്ലോ, അവൻ തന്നെയല്ലേ ഓരോന്ന് ചെയ്തു വെച്ചെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വാനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ വീണ്ടും മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയം അവൻ എപ്പോഴും മോഡലിംഗ് വർക്ക് കൊടുക്കുന്ന ആ ഒരാളുടെ അടുത്ത് അവനാണെങ്കിൽ ഇനി ഞാൻ മോഡലിംഗ് ചെയ്യുന്നില്ല, അന്ന് എനിക്ക് എന്താ എൻ്റെ പാഷൻ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മോഡലിങ്ങിന് വന്നു, ഇപ്പോൾ എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് ഷെഫ് ആവണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞാൻ മോഡലിംഗ് നിർത്തിയെന്ന് പറയാണ്. അതിനുശേഷം ഇതേ സെയിം കാര്യം ഞാനാണെങ്കിൽ ജെ അടുത്ത് സംസാരിച്ചിട്ട് ജെ എനിക്കും ഈ ബേസിൻ്റെ ഡിഷസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, ഓബിനെ പോലെ തന്നെ എനിക്ക് ഷെഫ് ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാണ്. ആ സമയം ചേച്ചി ഇത് നീ മിക്കവാറും കുറ്റബോധം കൊണ്ട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ സത്യമായിട്ടും അല്ല, ഞാൻ എപ്പോഴേലും എന്തെങ്കിലും കാര്യത്തിൽ പാഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ, ഇതാണ് എൻ്റെ പാഷൻ, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറയാണ്. ആ സമയം ചേച്ചി അപ്പം നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതും അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് പറഞ്ഞപ്പോൾ വാനാണെങ്കിൽ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ വാനാണെങ്കിൽ ജേജേനെയും തള്ളിപ്പിടിച്ചെടുത്തുകൊണ്ട് മെത്താസിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം മെത്താസ് ആണെങ്കിൽ ഒരു മൂഡില്ലാതെ ജേനെ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ വർക്കും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയം സെക്രട്ടറി എന്താ പറ്റി സാർ, എന്താ ഒരുമാതിരി ഇരിക്കുന്നത്, സാധാരണ പൈസയുടെ ഡീലിംഗ് ഒക്കെ വന്നാൽ ചാടി വീഴുന്നതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് വാനും ജേച്ചിനും കയറി വരുന്നുണ്ട്. ജേനെ കണ്ടത് മെത്താസ് ചാടി എഴുതിയിട്ട് നീ വന്നോ എന്നെ കാണുന്നതെന്നൊക്കെ പറയാണ്. ആ സമയം ജെ ആണെങ്കിൽ വാനെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാന്ന് പറയാണ്. ആ സമയം മെത്താസ് കാര്യം പറയാൻ വന്നതായിരുന്നു, ഞാൻ വിചാരിച്ചു എന്നെ മിസ് ചെയ്തുകൊണ്ട് നീ കാണാൻ വന്നതെന്ന്, ആക്ച്വലി എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം ജെ ആണെങ്കിൽ അത് പിന്നെ ഒന്നുമില്ല, വാനിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അവൻ ആണെങ്കിൽ നിങ്ങൾ യോബിൻ്റെ റെസ്റ്റോറൻറ്റ് വേറൊന്നും ചെയ്യാൻ നിൽക്കാതെ റെൻറ്റിന് റെസ്റ്റോറൻറ്റായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മെത്താസ് ആണെങ്കിൽ ഞാൻ കുറേ റെൻറ്റിന് പൈസ വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ജെ എന്നെ വാനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ശരിയാവത്തില്ല എന്ന്, വാ പോവാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങാണ്. ആ സമയം മെത്താസ് ഇല്ല നിൻ്റെ ഫ്രണ്ടിന് അടയ്ക്കാൻ പറ്റുന്ന അത്രയും പൈസ എങ്ങനെ ചോദിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം വീണ്ടും വാനാണെങ്കിൽ ജേനെ പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് വാനിനെ നോക്കിക്കൊണ്ട് മെത്താസ് പറയാണ്, പക്ഷേ ഈ ഡീലിനെ പറ്റിയിട്ട് ഞാനും ജെയും ഒറ്റയ്ക്ക് സംസാരിക്കാം, നീ പുറത്തു പോയി നിൽക്കാനായിട്ട് പറയാണ്. ആ സമയം ഉടനെ തന്നെ വാനാണെങ്കിൽ കണ്ട നിന്നെ ഉപയോഗിച്ചപ്പം അവൻ വീഴുന്ന കണ്ട, എൻ്റെ പ്ലാൻ എപ്പോഴും പൊളിയാന്ന് പറഞ്ഞിട്ട് ജേനെ എടുത്ത് മെത്താസിൻ്റെ നേരെ ഇങ്ങനെ ഉന്തി തള്ളി വിട്ടിട്ട് വാൻ അവിടെ നിന്ന് പോവാണ്. വാൻ അങ്ങനെ പോയതും ഉടനെ തന്നെ മെത്താസ് ജെ അടുത്ത് കണ്ടോ നീ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലവോടെയൊക്കെ നോക്കിയിട്ട് ജെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ജെക്ക് വേറൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓബിൻ്റെ റെസ്റ്റോറൻറ്റ് മേടിച്ചിട്ട് അതൊരു വില്ല അതാക്കാനായിരുന്നു ശരിക്കും മെത്താസിൻ്റെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ ജെക്ക് വേണ്ടി, പിന്നെ പ്ലവാൻ ജെയുടെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു വില്ല ആക്കാനുള്ള പ്ലാൻ വിടുകയാണ്. ആ ഒരു പ്രോജക്റ്റ് തന്നെ അവന് കോടികൾ കിട്ടുന്ന പ്രോജക്റ്റാണെങ്കിലും അവനതങ്ങ് വിട്ട് കളഞ്ഞിട്ട് ജെയുടെ അടുത്ത് ഞാൻ ഇത് വാനിനെ റെസ്റ്റോറൻറ്റായിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഓക്കെയാണ്, അവനത് ചെയ്തോട്ടെ, ഞാനിതിന് ഈ പ്ലാൻ ഞാൻ ഒഴിവാക്കുകയാണ്, ഞാൻ ഈ വില്ല ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ആ സമയം അതിൻ്റെ തന്നെ മെത്താസ് പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് പകരം നീ എൻ്റേതാവൂന്ന് പറയുകയാണ്.
അങ്ങനെ വാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാനിന് ആ റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെ റൺ ചെയ്യാനും പറ്റും. മെത്താസാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റും വിട്ടു. സോ ഇനി മെത്താസ് ഒരിക്കലും ഓബിൻ്റെ സ്ഥലം എടുക്കാൻ നോക്കത്തുമില്ല. അങ്ങനെ ആ ഒരു ടൈമിന് വാനാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒരുമിച്ച് നിൽക്കുന്നതാണ് പെർഫെക്റ്റ് കപ്പിളിനെ പോലെയുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുകയാണെങ്കിൽ എന്നെ വിളിക്കണേ, ഞാൻ സാക്ഷിയായിട്ട് ഇന്ന് സൈൻ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് മെത്താസ് അങ്ങ് വീഴാണ്. മെത്താസ് അങ്ങനെ അങ്ങനെയൊന്നും പറയില്ല, എന്തായാലും നീ പറഞ്ഞ നല്ല കാര്യം തന്നെ, അതുകൊണ്ട് 3 മാസത്തേക്കുള്ള റെസ്റ്റോറൻറ്റിൻ്റെ റെൻറ്റ് നീ എനിക്ക് തരണ്ടെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ മെത്താസിൻ്റെ സ്ഥലമാണിപ്പോൾ, പക്ഷേ അത് റെൻറ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മെത്താസ് ആ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാനായിട്ട് പൈസ ഇറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മെത്താസിൻ്റെ പൈസയും കൂടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മുടെ വാന് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓബാണെങ്കിൽ ഫ്രാൻസിൽ പോകാനായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. അവനങ്ങനെ പോവേണ്ട ദിവസം അവൻ്റെ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ്റെ അടുത്ത് ന്യൂങ് വന്നിട്ട് ഞാൻ എയർപോർട്ടിൽ കൂടെ വരണ്ടെന്ന് ഉറപ്പാണെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ആ ഉറപ്പാണ്, നീ റെസ്റ്റോറൻറ്റിലെ വർക്കൊക്കെ നോക്കിക്കോ, ഞാനാണെങ്കിൽ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ പൊക്കോളാന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് നമ്മുടെ ന്യൂങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് മെത്താസ് കയറി വരാണ്. അവനെ കണ്ടത് ന്യൂങ് ആണെങ്കിൽ നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ കയറി വരുവാണെന്ന് ചോദിച്ചാൽ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ഓബ് അവനെ തുടങ്ങിയൊക്കെയാണ്. ആ സമയം ഉണ്ടെങ്കിൽ മെത്താസ് ആണെങ്കിൽ ഞാൻ ഓബിനെ കാണാനായിട്ട് വന്നതാണ്, ഓബ് ഇത്ര ദിവസം ആരെയും മുന്നേ വരെ തുളിച്ചൊളിച്ച് നടന്നതല്ലേ, എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ വാനാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോവുക, അതുപോലെ തന്നെ നിൻ്റെ റെസ്റ്റോറൻറ്റ് പൊളിക്കാനുള്ള പ്ലാനും ഞാനങ്ങ് വിട്ടു. ഇനി നിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വാനും ഞാനും എല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവാണ്. വാൻ അതേപോലെ തന്നെ നീ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ പൈസ ഇറക്കി ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഇതാണ്, വിട്ട് കളയണോ വേണ്ടേ നീ തന്നെ ആലോചിക്കുന്നു പറഞ്ഞിട്ട് മെത്താസ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ മെത്താസ് പോയി കഴിഞ്ഞ് നുവങ്ങാണെങ്കിൽ ഓബിൻ്റെ അടുത്ത് എന്താ പ്ലാൻ, നീ പോകുന്നുണ്ടോ നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേസമയം വാനിനെ കാണിക്കുമ്പോൾ അവരവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വാനിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓട്ടോയും വന്നിട്ടുണ്ട്, ജെയും വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഓട്ടോയ്ക്കാണ് ഒരുവിധം കുക്കിംഗ് അറിയാനുള്ള. അങ്ങനെ ഓട്ടോയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഓപ്പണായി, പക്ഷേ ഞാൻ മാത്രം കുക്ക് ചെയ്താൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചപ്പോൾ വാനാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ കാണാൻ നിൽക്കണം, ഞാൻ കുക്കല്ലേ എന്ന് പറയാണ്. ആ സമയം ജെയും ഓട്ടോയും കൂടെ പിന്നെ ഭയങ്കര കുക്കാണ്, നീ കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഓടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവരാണെങ്കിൽ ഒറ്റ കുക്കിനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ക്ലുവ അങ്ങോട്ട് കയറി വരാണ്. ക്ലുവ വന്നിട്ട് ഷെഫ് എനിക്കിവിടെ വർക്കിനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവനെ കണ്ടതും നമ്മുടെ വാനൊന്നും ഞെട്ടുന്നുണ്ട്. ആ സമയം ഓബ് ദേ ഒരു അടിപൊളി കുക്കിനെ കിട്ടിയിരിക്കുന്ന, നീ ഒഴിവാക്കി കളയാൻ പോവുകയാണോ എന്ന് വാനിനോട് ചോദിക്കുകയാണ്. ആ സമയം വാൻ ഒരിക്കലും ഇല്ല, ഇന്നേ വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് ക്ലുവേരെടുത്ത് വെച്ചപ്പോൾ അതിനെന്താ അങ്ങനെ ഉറപ്പായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയിട്ട് അവർ ഹഗ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കസ്റ്റമേഴ്സൊക്കെ നിറയെ വരുന്നുണ്ട്. ചറപറ ഓൺലൈനിലായിട്ടും ഡെലിവറി എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ സക്സസ് ആയിട്ട് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് വേറൊരു ഓർഡർ വരാണ്. ആ സമയം ചേച്ചി നോക്കിയപ്പോൾ അത് ഓൺലൈനിൽ വന്ന ഓർഡറായിരുന്നു. ആ ഒരു റെസിപ്പി കണ്ടപ്പോഴത്തേക്കും ചേച്ചിയാണെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ മെനുവിലില്ലല്ലോ എന്ന് പറയാണ്. അത് എന്താണ് സാധനം എന്ന് അറിയാനായിട്ട് വാൻ വാങ്ങിച്ചു നോക്കിയപ്പോഴത്തേക്കും നേരത്തെ വാനിന് ആ ലാസ്റ്റ് ടൈം ഓബ് ഉണ്ടാക്കി കൊടുത്തൊരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഓബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഡിഷാണെന്ന്. അങ്ങനെ ആ സാധനം ഓർഡർ ചെയ്തപ്പോഴേ മനസ്സിലായി അത് ഓബാണെന്ന്. അങ്ങനെ വാൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫുഡും കൊണ്ട് അത് ഓർഡർ ചെയ്ത സ്ഥലത്തേക്ക് ചെല്ലാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഓബ് വന്നിട്ട് ആ ഒരു ഫുഡ് വാങ്ങാണ്. എന്നിട്ടൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തന്നെ എന്തോ റിവഞ്ച് ചെയ്യാനുള്ള രീതിയിൽ വാനിനെ നോക്കിയിട്ട് നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നോക്കിയപ്പോൾ ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് ആൾക്കാരൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ ഓട്ടോയും നമ്മുടെ ക്ലുവയും വാനൊക്കെ നിന്നിട്ട് ഇതെന്നാ സംഭവം എന്ന് നോക്കുന്ന സമയത്ത് ചേച്ചി പെട്ടെന്ന് ഓടി വന്നിട്ട് എല്ലാവരും ഒന്ന് വന്ന ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പുറത്തായിട്ട് ഓബ് വേറൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓബാണെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയോണ്ട് തന്നെ എല്ലാവരും ഓബിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഒരു കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഓബാണെങ്കിൽ ആ സമയം ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിലൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക്. ഈ സമയം വാനാണെങ്കിൽ ഇന്നലെ ലാസ്റ്റ് ഓൺലൈനിലൊരു ഓർഡർ വന്നില്ലേ, അത് വേറെ ആരുമല്ല ഓബ് ഓർഡർ ചെയ്തായിരുന്നു എന്ന് പറയാണ്. അതേട്ടും ചേച്ചിയും ക്ലുവയെല്ലാം. അപ്പോൾ ഓർഡർ കൊടുക്കാൻ പോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ, നീ എന്താ സംസാരിച്ച പറ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാന് ഇന്നാ സാർ ഫുഡെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയാണ്. ആ സമയം ചേച്ചി എടാ പൊട്ടാ, നിനക്ക് എന്തെങ്കിലും സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തൂടെ എന്നത്, അവിടെ വേറെ റെസ്റ്റോറൻറ്റ് ഓപ്പണായി, ഈ റെസ്റ്റോറൻറ്റിൽ ഒറ്റ മനുഷ്യർ വരത്തില്ല എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ അത് പിന്നെ ഇന്നലെ ഓബനെ കണ്ടപ്പോൾ ഞാൻ ഫുള്ള് ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ വേറെ എന്ത് സംസാരിക്കാനാ, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഓബനെ കണ്ടപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ കാണുന്ന പോലെ നോക്കിയിട്ട് ഫുഡും വാങ്ങിച്ച് ഒന്നും വേണ്ടാതെ പോയി കളഞ്ഞു എന്ന് പറയാണ്. ആ സമയം ഉടനെ ഇവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോൾ വാനാണെങ്കിൽ എനിക്കറിയത്തില്ല ഇനി ഞാൻ എങ്ങനെ ഓബിൻ്റെ അടുത്ത് സംസാരിക്കും, എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചിയൊക്കെ ഇതേ നിൻ്റെ മുന്നിൽ വന്ന് കിട്ടിയിരിക്കുന്ന അവസരം, ഓബ് ഇപ്പം നിൻ്റെ കൺമുമ്പിൽ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്, ഇത്രയും ദിവസം അവൻ എവിടെയെന്ന് അറിയത്തില്ലായിരുന്നു, എന്ന് ഇപ്പം അവൻ്റെ കൺമുമ്പിലുണ്ട്, ദയവായിട്ട് തന്ന ചാൻസാണ്, കൊണ്ട് കളയല്ലേ എന്ന് പറയാണ്. ആ സമയം ക്ലുഫ പറയാണ് അതെ നീ അങ്ങ്
എന്താണെന്ന് വെച്ചാൽ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നൊരു ഐഡിയ ഉണ്ട്. അതായത് നേരത്തെ ഓബ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു, ഇനി അവൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഷ് നീ ഓർഡർ ചെയ്യ്, എന്നിട്ടത് ഓബ് തന്നെ കൊണ്ടുവന്ന് ഡെലിവറി തരണം എന്നുള്ള അവസ്ഥയിലാക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വാനാണെങ്കിൽ ആലോചിച്ചിട്ട് ഗ്രനീറ്റ ഓർഡർ ചെയ്യുകയാണ്. ഗ്രനീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാവോയ്ക്കും വാനിനും വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സാധനമാണ്. അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ട് ഇത്ര വെയിറ്റ് ചെയ്തിട്ടും ആ സാധനം വരുന്നില്ല. അങ്ങനെ നമ്മുടെ വാൻ ഇപ്പോൾ നടത്തുന്ന നമ്മുടെ ഓബിൻ്റെ പഴയ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത്, അതായത് വീടുകൾ അടുത്തടുത്തിരിക്കുന്ന കണക്കിന് തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഓബിൻ്റെ റെസ്റ്റോറൻറ്റ്. അങ്ങനെ വാനാണെങ്കിൽ രാത്രി ഓബിൻ്റെ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറി ചെല്ലാണ്. ആ സമയം അവിടെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നുമില്ല. അവനങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഫുഡ് കുക്ക് ചെയ്യുന്നതിന് നല്ല മണം വരുന്നുണ്ട്. അവനങ്ങനെ കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഓബ് അവിടെ നിൽക്കുകയാണ്. ഓബിന് ഇവൻ വന്നത് മനസ്സിലായിട്ടുമുണ്ട്. ഓബ് അങ്ങനെ ചോദിക്കാതെ കയറി വരാൻ പാടില്ല, നിന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയാണ്. ആ സമയം ഞാനാണെങ്കിൽ ഒരു ഗ്രനീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസയും ഓൺലൈനായിട്ട് സെൻഡ് ചെയ്തു, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് ആ ഓർഡർ ഡെലിവറായി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് വന്നെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ അങ്ങനെയൊന്നും ആ ഫുഡ് നിനക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓബ് അവനെ മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം എന്നെ വാനാണെങ്കിൽ ഐ എം സോ സോറി, എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ തോന്നിയ ഫീലിങ്സ് എല്ലാം തന്നെ ശരിയാണ്, ഞാൻ വേറൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല, ഐ എം സോറി എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ ഓബാണി വാനിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നലെ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് നീ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഐ ആം സോറി പറയൂന്ന്. എന്നാൽ നീ പറഞ്ഞത് ഇതാ സാർ നിങ്ങളുടെ ഫുഡ് ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു സോറി കേൾക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ നീ എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ആയിരുന്നു. എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് മിണ്ടാതെ പോയത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി പറയാൻ പഠിക്കണം, പിന്നെ ഇനി ഞാൻ നിനക്ക് വേറെ ചാൻസ് തരത്തില്ല. അതുകൊണ്ട് കുറേ തെറ്റൊന്നും ചെയ്ത് വെക്കരുത്, പിന്നെ എപ്പോൾ തെറ്റ് ചെയ്താലും സോറി പറയണം, അത് മറക്കരുതെന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്ത് അവർ ഇൻറ്റിമേറ്റൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാം ഓക്കെ ആവുന്നതാണ്. നമ്മുടെ ജേജേനെ മെത്താസിനെയും കാണിക്കുമ്പോൾ അവരാണെങ്കിൽ നമ്മുടെ ജേജെ കുളിച്ചിട്ട് വന്നതും മെത്താസ് അവിടെ ജേജയുടെ ബെഡിൽ ഇരിക്കുകയാണ്. ആ സമയം ജേജെ ആണെങ്കിൽ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതും മെത്താസ് ഇല്ല ഞാനിന്ന് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. ആ സമയം ജേജെ പറ്റത്തില്ല, ഞാൻ വാനിനെ ചിലപ്പോൾ വിളിക്കും പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ജേജയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് മെത്താസ് നീ എന്തിനാ നിൻ്റെ ഫ്രണ്ടിനെ എപ്പോഴും വിളിക്കുന്നത്, ഞാനിവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മെത്താസാണെങ്കിൽ ജേജനെ പിടിച്ച് ബെഡിൽ ഇടാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവരും കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വാനും പിന്നെ ഓബും കൂടെ ആയിട്ട് അവർ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഒരു 2 months കഴിഞ്ഞിട്ടുള്ള കാര്യം കാണിക്കുമ്പോൾ ഇവരുടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയം ഒരു ദിവസം ഇവരിങ്ങനെ ബേസിൽ ചെടിയെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിന് നമ്മുടെ ഓബാണെങ്കിൽ ജേജയ്ക്ക് എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ കഴിഞ്ഞു, നിനക്കതുപോലെ അതൊന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കണ്ടിട്ട് പറയുന്നതായിട്ട് തോന്നുന്നത് നമ്മുടെ മെത്താസും ചേച്ചിയും കല്യാണം കഴിച്ചെന്നാണ്. അങ്ങനെ അത് കേട്ടതും വാനാണെങ്കിൽ എനിക്കതിനിപ്പം അത്ര വലിയ ആഗ്രഹമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് അതെന്താ അങ്ങനെ, നിനക്ക് എൻഗേജ്മെൻറ്റ് റിങ്ങും വെഡ്ഡിങ് റിങ്ങൊന്നും കിട്ടാൻ ആഗ്രഹമില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഉടനെ വാനാണെങ്കിൽ വേണ്ടാതെ, എനിക്ക് ഇനിയും കല്യാണം കഴിക്കാൻ സമയമുണ്ട്, ഞാൻ ഭയങ്കര യങ്ങാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണോ കെട്ടാം, പക്ഷേ നിങ്ങളുടെ കാര്യം അതുപോലെയല്ല, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു മനുഷ്യരും തിരിഞ്ഞു നോക്കത്തില്ല, കാരണം അത്രയ്ക്ക് പ്രായമായില്ലേ, പിന്നെ നിങ്ങൾക്ക് കൊടുക്കാത്ത ദേഷ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓബിനെ ഇട്ട് കളിയാക്കാണ്. അത്രയും കളിയാക്കി കഴിഞ്ഞിട്ട് അവനുണ്ടാണെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് 2 മോതിരം എടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് വാനാണെങ്കിൽ ഓബിനെ നോക്കിയിട്ട് സോറി ഓബ്, എനിക്ക് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത ജന്മത്തൊന്നും നമ്മൾ കല്യാണം കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സെയിം ജെൻഡർ മാരേജ് അപ്രൂവ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഓവത് സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും അവരുടെ കയ്യിൽ മോതിരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കിസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്നതിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ സീരീസ് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജേക്കും മെത്താസിനും കൂടെ കുറച്ച് ടൈം, അതായത് അവർ സെറ്റായതിനു ശേഷം കുറച്ച് ടൈം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നടന്നില്ല, കുഴപ്പമില്ല. എന്നാലും ഈ ഒരു സീരീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടിട്ട് എന്താ തോന്നിയത്, എന്താണ് അഭിപ്രായം എന്നൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സീരീസ് ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.